മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് സംഗമവും പാലിയേറ്റീവ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകളുടെയും കോളോസ്റ്റമി ബാഗുകളുടെയും വിതരണവും നടത്തി. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിന്റെ ചുമതലകൾ കൊണ്ടുണ്ടാക്കുക, വഴിവിളക്ക് ഇടയ്ക്കിടുക, വെള്ളം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലും ടാപ്പിടുക, അങ്ങനെ കുറച്ച് ജോലികളാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും സമൂഹമാകെ കൈകോർത്ത് നിന്ന് ഇടപെടേണ്ടുന്ന പുതിയ ഉത്തരവാദിത്വങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വന്നു ചെയ്യും. ഒരു 25 കൊല്ലം മുമ്പ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി സെക്കൻഡറി പാലിയേറ്റീവ് ചികിത്സയ്ക്കും സഹായത്തിനൊക്കെ വേണ്ടി എത്രയോ 400 പേർക്ക് റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചത് 400. അതിൽ തന്നെ 286 പേർ വൃക്ക രോഗം ബാധിച്ചവരാണ് വിവിധ സഹായങ്ങൾ നൽകി വരുന്നത്. 286. 7 പഞ്ചായത്തുകളിലായി എത്ര വാർഡുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും വാർഡുണ്ടാവും. 120 വാർഡിൽ 286 വൃക്ക. ഞാൻ വൃക്കരോഗത്തെ പറ്റി, രോഗികളെ പറ്റി, അവരുടെ കഷ്ടപ്പാടുകളെ സംബന്ധിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി. നാളിതുവരെയായിട്ട് ഇതിന്റെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ മേഖലയിൽ ഇടപെടുന്ന വെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടത്, രോഗത്താൽ അവശത അനുഭവിക്കുന്ന ആളുകൾ, മറ്റ് എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കുന്ന രീതിയിലേക്ക് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തും അത് ഏറ്റെടുക്കേണ്ട ഭാഗമായിട്ട് സെക്കൻഡറി പാലിയേറ്റീവ് ബ്ലോക്ക് പഞ്ചായത്തും പ്രൈമറി പാലിയേറ്റീവ് പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ അവർ ഭംഗിയായിട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ, പാലിയേറ്റീവ് നഴ്സുമാർ. അപ്പം ഇത്തരത്തിലേക്ക് ഇന്ന് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് എ പി ഷിജി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, എം എസ് മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ കെ വത്സമ്മ, ഷീജ ബാബു, സെക്രട്ടറി കെ മധുരാജ്, സാമൂഹികാരോഗ്യം കേന്ദ്രം സൂപ്രണ്ട് സാനു എം പരമേശ്വർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.